ഡിസ്നിയുടെ സിഇഒ ബോബ് ഇഗർ പുള്ളിക്കാരൻ മാർവലിനോട് പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ബഡ്ജറ്റ് കുറച്ചൊന്ന് ശകലം ഒന്ന് കുറയ്ക്കണം. കാരണം തണ്ടർ ബോൾസ് ഒരു 100 മില്യൺ ലോസ് ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഡിസ്നി ആവശ്യമില്ലാതെ കുറേ ചവറ് പടങ്ങൾ ചെയ്തിട്ട് കമ്പനി മൊത്തത്തിൽ നഷ്ടത്തിലാണ്. അതുകൊണ്ട് ഇനി നമുക്ക് മുന്നോട്ട് പോകണം എന്നുണ്ടെങ്കിൽ നമ്മൾ ബഡ്ജറ്റ് കുറയ്ക്കണം ഇനി ഫ്യൂച്ചർ സിനിമകളിൽ നിന്നാണ്. എങ്ങനെ കുറയ്ക്കാൻ? ഡൂംസ്ഡേയിൽ കുറയ്ക്കാൻ പറ്റൂ, സീക്രട്ട് വാറിൽ കുറയ്ക്കാൻ പറ്റൂ. ഡൂംസ്ഡേയിൽ നാട്ടിലുള്ള എല്ലാവരെയും പടത്തിൽ കാസ്റ്റ് ചെയ്തിട്ടുണ്ട്. പ്രൊഡക്ഷൻ കോസ്റ്റ് ഇപ്പോൾ വന്നിട്ടുള്ളത് വെച്ചിട്ടാണെങ്കിൽ $1 ബില്യൺ ആണ് ഈ ഒരു സിനിമയുടെ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ. ഇതിനകത്ത് എവിടെ കുറയ്ക്കാനാണ്? മാർവലിൻ്റെ സൈഡിൽ നിന്ന് ഈ പറയുന്ന പോലെ ബഡ്ജറ്റ് കട്ടിങ് എന്ന് പറയുന്ന ഒരു പരിപാടിയെ പറ്റിയിട്ട് ആലോചിക്കേ വേണ്ട ഫ്യൂച്ചർ സിനിമകളിൽ. കാരണം അല്ലെ പിന്നെ കുറച്ചധികം പ്രോജക്റ്റുകൾ, ആവശ്യമില്ലാത്ത കുറേ സീരീസുകളൊക്കെ ഉണ്ടല്ലോ. മറ്റേ അയൺ ഹാർട്ടൊക്കെ എന്തിനിറക്കാണ്, അതൊക്കെ വേണേൽ കട്ട് ചെയ്യായിരുന്നു. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല, അത് ഈ വർഷം ഈ മാസം റിലീസ് ആവേണ്ടതാണ്. ഇങ്ങനെയൊക്കെ പുള്ളി വെറുതെ വന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. മാർവലിനെ കൊണ്ട് ഇനി ഉള്ള സിനിമകളിൽ ഈ പറയുന്ന കോസ്റ്റ് കുറയ്ക്കാൻ പറ്റില്ല. ഇനി എത്ര നഷ്ടമാണെന്ന് പറഞ്ഞാലും അത് പറ്റത്തില്ല. കോസ്റ്റ് കുറച്ചാൽ പടം പൊട്ടും. ഇതിപ്പം തണ്ടർ ബോൾസിൻ്റെ കാര്യത്തിൽ പടം നല്ലതായിരുന്നു, പക്ഷേ പടം പൊട്ടി, പറഞ്ഞിട്ട് കാര്യമില്ല. ആകെ ഡിസ്നിയുടെ സൈഡിൽ നിന്ന് ഒരു പ്രോഫിറ്റബിൾ സിനിമ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലീലോ ആൻഡ് സ്റ്റിച്ചാണ്. അത് ഈ പറയുന്ന പോലെ നല്ലൊരു സക്സസ് ആയിരുന്നു. അതിന് കുറച്ച് പ്രോഫിറ്റ് ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ കൂടെ ബാക്കി പല സിനിമകളിലും പോയിട്ടുണ്ട്. പ്രോഫിറ്റ് കുറയ്ക്കാതെ നടക്കുന്നില്ല, വെറുതെ പുള്ളി പറഞ്ഞു നോക്കിയതാണ്. ഇതൊന്നും നടക്കില്ല.